എന്ത് വഴി സ്വീകരിച്ചാലും ശരി, നിന്നെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും. ഞാൻ ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. സ്വർണ്ണ എടുത്തിട്ടുണ്ടെങ്കിലല്ലേ ഞാൻ പേടിക്കേണ്ടതുള്ളൂ. ഞാനത് എടുത്തിട്ടില്ല. ആരാണോ നിങ്ങളെ തല്ലി വീഴ്ത്തിയത് അവരാ അതെടുത്തോണ്ട് പോയത്. എനിക്കറിയാം അത് ആരാണെന്ന്. ആരാ? നീ മാത്രമേ അത് ചെയ്യൂ. കണ്ടോടി, ഇതിനുള്ള ശിക്ഷ പുറകെ വരുന്നുണ്ട്. ഇന്നു മുതൽ നിന്റെ കഷ്ടകാലം തുടങ്ങുക. നിന്നെ കൊണ്ട് തന്നെ സത്യം പറയിപ്പിക്കും ഞാൻ. ഹലോ. നിന്റെ നാക്ക് ഫലിച്ചു എന്നാ തോന്നുന്നത്. എന്തുപറ്റി? പ്രേമയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയോന്നൊരു സംശയം. ഈ വീട്ടിൽ നിന്ന് ഞാനെടുത്ത സ്വർണം എവിടെ കൊണ്ടുപോയി വച്ചു ഇന്ന് അവരെന്നോട് ചോദിച്ചു. അത് വെറുതെ ഊഹം വെച്ച് ചോദിച്ചായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോ ആരെങ്കിലും പറഞ്ഞു കൊടുത്തായിരിക്കും. ഓർമ്മ കിട്ടിയല്ലേ അവരിങ്ങനെയാണോ പെരുമാറുന്നത്? എടി, നിന്നെ അപ്പ തന്നെ കഴുത്തിന് പിടിച്ച് വിളികളല്ലേ? ഞാനും അത് ആലോചിച്ചു. എന്നാലും എന്തോ ഒരു പേടി പോലെ. പേടിക്കണം. നീ ശരിക്കും പേടിക്കണം. എടി, ആരെങ്കിലും ഒരു വീട്ടിലെ സ്വർണം മുഴുവനും അടിച്ചു മാറ്റുമോ? നീ ഒരു മഹാൻ. എടാ, എന്റെ സ്ഥാനത്ത് നീയാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യൂ. എപ്പോഴാ അങ്ങനെയൊക്കെ സംഭവിച്ചെന്നും എന്താ അതിന് കാരണമൊന്നും നിന്നോട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ. എന്നിട്ട് പിന്നെ എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നേ? നമ്മൾ രണ്ടുപേരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തില് മോഷ്ടാക്കൾ തന്നെയാ. അത് നീ മറക്കണ്ട. അതുകൊണ്ട് എന്നെ നല്ല നടപ്പ് പഠിപ്പിക്കുന്നതിന് പകരം പ്രേമയുടെ ഓർമ്മ തിരിച്ചു കിട്ടിയോന്നറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് പറ. ഒരു വഴിയില്ല. നീ വെറുതെ അതിൽ പിടിച്ച് തൂങ്ങിയെന്ന് വേണ്ട. പ്രേമയ്ക്ക് ഓർമ്മ കിട്ടിയ എല്ലാം അതോടെ തീരും. നീ കണ്ട സ്വപ്നവും ഞാൻ കണ്ട സ്വപ്നവും എല്ലാം പൂട്ടിക്കെട്ടേണ്ടി വരും. ഞാൻ ജയിലിലും ആവും. വിശ്വാസവഞ്ചന, കൊലപാതക ശ്രമം, മോഷണം, ഒരു 10-12 കൊല്ലം സുഖമായിട്ടങ്ങ് അകത്ത് കിടക്കാം. വരുന്നിടത്ത് വെച്ച് കാണാം. അവർക്കിപ്പോ ഓർമ്മ കിട്ടിയെന്ന് വെച്ച് നമുക്ക് ചാവാൻ പറ്റുമോ? എടി, എല്ലാം നിന്റെ കൂടെ തെറ്റാ. നിന്റെ സ്റ്റെപ്പുകളെ മുഴുവനും പിഴച്ചു. അല്ലെങ്കിലും അവസാനം കുറ്റം മുഴുവൻ എന്റെ തലയിൽ തന്നെ വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. നീ ശരത്തും തമ്മിലുള്ളൊരു പ്രധാന വ്യത്യാസം എന്താണെന്നറിയോ? ഒരു പ്രശ്നം വരുമ്പോ ശരത്ത് കയറി കുറ്റപ്പെടുത്തില്ല. പക്ഷെ നീ അങ്ങനെയല്ല, കുറ്റം പറയും. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, എന്നെ ഒഴിവാക്കി ആ ശരത്തിനെ അങ്ങ് കെട്ടിക്കോ. അല്ലെങ്കിലും നിനക്ക് അങ്ങനെയുള്ളവരെ ചേരൂ. വെറുതെ അല്ലടി അവൻ ജയിലിലായത്. ഒരു ശരത്ത് ജയിലിലെ അവൻ മാത്രമല്ല, നീയും കടന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിനു വേണ്ടി വഴക്ക് വേണ്ട. ഞാൻ ഇത്തിരി ആശ്വാസം കിട്ടിക്കോട്ടെ എന്ന് കരുതിയാ നിന്നെ വിളിച്ചത്. അത് കിട്ടി. ഇനി നീ വെച്ചോ. മേലാൽ ഇത്തരം അബദ്ധങ്ങളും ഞാൻ ആവർത്തിക്കില്ല. ഞാൻ നിന്നെ പ്രതീക്ഷിച്ചു. വഴക്കു പറയാം, ശപിക്കാം, ഉപദേശിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ അതിനൊന്നല്ല വന്നത്. ചേച്ചി ഇതുപോലൊരു തരം താഴ്ന്ന പ്രവൃത്തി ചെയ്യുന്ന ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. നിരഞ്ജൻ ഡോക്ടറും അങ്ങനെ ചെയ്യില്ല. പക്ഷേ നാട്ടുകാർക്ക് ഇങ്ങനെ ഒരു അപവാദം പറയാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു. അത് മോശമായിപ്പോയി. അതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. മനഃപൂർവ്വമാണോ? നാട്ടുകാരെന്ന പേരിൽ വന്നത് ആരൊക്കെയാണെന്ന് ആർക്കറിയാം?
ഞാൻ കരുതുന്നത് ആരോ ഇതിന് പിന്നിലുണ്ടെന്നാ. ഞങ്ങളെ നാറ്റിക്കണം, അതായിരുന്നു വന്നവരുടെ ലക്ഷ്യം. അതിലവര് വിജയിച്ചില്ല ചേച്ചി. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് എന്തുകൊണ്ട് നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയില്ല? ഞാനും നിരഞ്ജനും തെറ്റൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ആരെയും പേടിച്ചുമില്ല, സംശയിച്ചിട്ടുമില്ല. നീ ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. നീ എന്റെ കൂടെ നിൽക്കാൻ വേണം. ഒരു കുടുംബം തകർക്കാൻ ഞാനൊരിക്കലും കൂട്ടു നിൽക്കില്ല ചേച്ചി. അതിന് എന്നെ പ്രതീക്ഷിക്കണ്ട. അക്ഷര മാഡത്തിന്റെ കഴുത്തിൽ താലിയുണ്ട്. അതെന്നും അവിടെ തന്നെ ഉണ്ടാവണം. അതഴിച്ചു മാറ്റാൻ ആര് ശ്രമിച്ചാലും എന്റെ മനസ്സ് അക്ഷര മാഡത്തിന്റെ കൂടെ നിൽക്കും. നീ പോലും അവളുടെ പക്ഷത്ത്. അപ്പൊ അവള് എന്നോട് ചെയ്തതോ? അതെന്താ ആരും പറയാത്തത്? അവളുടെ താലി അറ്റുപോകരുതെന്ന് നീ അടക്കം എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്റെ കഴുത്തിൽ താലി പോലുമില്ല. അതെങ്ങനെ സംഭവിച്ചു? ആരാ അതിന് കാരണം? അവൾക്ക് ഭർത്താവുണ്ട്, എനിക്കോ? ഞാനൊരു വിധവയെ പോലെയല്ലേ ഇത്രയും കാലം ജീവിച്ചത്? അതിന് കാരണം ആരാ? എന്നെ തനിച്ചാക്കിയതും എന്നിൽ നിന്ന് നിരഞ്ജനെ പിടിച്ചെടുത്തതും ജയശങ്കറും അക്ഷരയും കൂടിയാ. ഞാൻ ആരോടും പരാതി പറയാൻ പോയില്ല. എല്ലാം എന്റെ വിധിയാണെന്ന് സമാധാനിച്ചു. ഒറ്റയ്ക്ക് ഇത്രയും കാലം ജീവിച്ചു. വരുന്നവര് എന്റെ ഭാഗം കൂടി ഓർക്കുന്നത് നന്നായിരിക്കും. ചേച്ചി അത് എനിക്കാരുടെയും സഹതാപമൊന്നും വേണ്ട. കുറ്റപ്പെടുത്താൻ വരുന്നവര് എന്റെ ന്യായം കൂടി മനസ്സിലാക്കണം. എല്ലാവരും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ ഇനി ഞാൻ തയ്യാറല്ല. ഇനിയെങ്കിലും എനിക്ക് വേണ്ടി ജീവിക്കണമെന്നുണ്ട്. അതിന് എല്ലാവരും ഒന്ന് അനുവദിച്ചു തന്നാ മതി. നിങ്ങൾ ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയല്ലേ? പക്ഷെ ഞാൻ ഉറങ്ങിയില്ല. ഞാൻ ഓരോ ചിന്തകളിലായിരുന്നു. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും, അതായിരുന്നു മനസ്സിൽ മുഴുവൻ. അവസാനം ഞാനൊരു തീരുമാനം എടുത്തു. നിങ്ങളുടെ ഒരാഗ്രഹത്തിന് വിലങ്ങ് തടിയായിട്ട് നിൽക്കാൻ ഞാൻ തയ്യാറല്ല. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ചെയ്യാം. മാലിനിയോടൊപ്പം ജീവിക്കാനാണ് ആഗ്രഹമെങ്കിൽ പൂർണ്ണ മനസ്സോടെ ഒഴിഞ്ഞു തരാൻ ഞാൻ തയ്യാറാ. അക്ഷര, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാ